ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പറഞ്ഞത് ഒറ്റ കാര്യം മാത്രമാണ്. പണ്ഡിതന്മാരുടെ ദൗത്യം നിർവഹിക്കണം. പണ്ഡിതന്മാരുടെ ദൗത്യം നിർവഹിക്കണം. അവർ മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകണം. അവർക്ക് ശാഖയും അടിസ്ഥാനവും വേർതിരിച്ചറിയാൻ കഴിയണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. അടിസ്ഥാനം വേറെ, ശാഖ വേറെ. രണ്ടിനെയും ഒരുപോലെ കാണരുത്. എല്ലാത്തിനും ഒരു തളപ്പല്ല. അങ്ങനെ പറയുമല്ലോ നമ്മൾ നാടന്മാര്, തെങ്ങുമ്മ കയറാൻ വേണ്ടിയിട്ട് കെട്ടിയുണ്ടാക്കുന്നത് വെച്ചിട്ട് കവുങ്ങൽ കയറാൻ കഴിയില്ല എന്ന്. അപ്പോ അടിസ്ഥാനങ്ങളായി, ശാഖകളായിട്ട് കാണാൻ വിവരമുള്ള പണ്ഡിതന്മാർക്ക് എക്കാലത്തും കഴിഞ്ഞിട്ടുണ്ട്. അത് റസൂലുള്ള പഠിപ്പിച്ചതാണ്. ഞാൻ പറയാം ഒരു സംഭവം. ബനൂ ഖുറൈളയിലേക്ക് യാത്ര പുറപ്പെട്ട തന്റെ അനുചരന്മാരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ യുസല്ലിയന്ന അഹദുൻ അൽ അസ്റ ഇല്ലാ ഫി ബനി ഖുറൈള. ബനൂ ഖുറൈളയിൽ എത്തിയിട്ടല്ലാതെ നിങ്ങൾ അസ്ർ നിസ്കരിക്കരുത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ സംഭവം പലപ്പോഴും. പക്ഷെ നമ്മുടെ ഈ ചർച്ചയിൽ ഇപ്പൊ ഇത് പ്രധാനമാണ്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയാണ്, ബഹുമാനപ്പെട്ടവർ ക്ഷമിക്കണം. ബനൂ ഖുറൈളയിൽ എത്തിയിട്ടല്ലാതെ നിങ്ങൾ അസ്ർ നിസ്കരിക്കരുത്. അങ്ങനെ സഹാബത്ത് പോയി. റസൂലുള്ള ഉദ്ദേശിച്ചിട്ടുണ്ടാവുക വേഗത്തിൽ പോകണമെന്നാണ്. അസർ നമസ്കരിക്കാൻ അവിടെ എത്തുന്ന വിധം വേഗത്തിൽ പോകണം. ഇവര് പോയി, പക്ഷെ എത്തിയില്ല. വഴിയിൽ വെച്ചിട്ട് അസറിന്റെ സമയമായി. അപ്പൊ ചിലർ ചോദിച്ചു, അല്ല നിസ്കരിക്കണ്ടേ? എന്ത് നിസ്കാരം? റസൂലുള്ള പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല, അവിടെ എത്തിയിട്ട് നിസ്കരിച്ചാൽ മതി എന്ന്. അതുകൊണ്ട് നിസ്കരിക്കണ പ്രശ്നമൊന്നുമില്ല, വേഗം പോരും. അങ്ങനെ പോയി കുറെ ആളുകൾ. അപ്പോ ഈ മറ്റൊരു ചോദിച്ചു, അല്ല ആ റസൂലിനല്ലേ നമ്മോട് പറഞ്ഞത് സമയത്തിന് നിസ്കരിക്കണമെന്ന്? അതുകൊണ്ട് നിസ്കരിച്ചിട്ട് പോയാൽ മതി, നിസ്കരിക്കാതെ പോകാൻ പറ്റൂല, നിസ്കാരം നഷ്ടപ്പെടും. അങ്ങനെ ഒരു കൂട്ടർ വഴിയിൽ വെച്ച് നിസ്കരിച്ചു, മറ്റേ കൂട്ടർ വഴിയിൽ നിന്ന് നിസ്കരിക്കാതെ അവിടെ എത്തിയിട്ട് നിസ്കരിക്കുക എന്ന് തീരുമാനിച്ചു. അവരവിടെ എത്തിയിട്ട് നിസ്കരിച്ചു. രണ്ട് രീതിയിൽ ചെയ്തു. ഒരൊറ്റ കൽപ്പനയെ രണ്ട് രീതിയിൽ ജനം മനസ്സിലാക്കി, രണ്ട് രീതിയിൽ പ്രവർത്തിച്ചു. അങ്ങനെ റസൂലുള്ളാഹിയുടെ അടുത്ത് ഈ സംഭവത്തി. എന്നാ അങ്ങനെ ഉണ്ടല്ലോ റസൂലുള്ള, നിങ്ങൾ എന്ത് മണ്ടന്മാരാ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഇന്ന സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത്ത, നമസ്കാരം വിശ്വാസികളുടെ മേൽ സമയബന്ധിതമായ ഒരു ഇബാദത്താണ്, അതുകൊണ്ട് സമയമായാൽ നിസ്കരിക്കണം, എന്നിട്ട് പിന്നെ നിസ്കാരം കളയാ എന്ന് ചോദിച്ച് റസൂലുള്ള ഇവരെ ആക്ഷേപിച്ചില്ല. ഒരു സംഘത്തെ വഴിയിൽ നിന്ന് വെച്ച് നമസ്കരിച്ചവരെ ആക്ഷേപിക്കുകയോ നമസ്കാരം നഷ്ടപ്പെടുത്തി അവിടെ എത്തിയിട്ട് നിസ്കരിക്കാൻ നീട്ടിവെച്ചവരെ ആക്ഷേപിക്കുകയോ ചെയ്തില്ല. അതാണ് രണ്ടും ശരി. എങ്ങനെയാ രണ്ടും ശരിയാകല് എന്ന് ചിലർ ചോദിക്കാറുണ്ട്. ഇങ്ങനെയാണ് രണ്ടും ശരിയാകൽ. ഇങ്ങനെ രണ്ടും ശരിയാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചതാണ്. ആ ഒരു വിശാലത വിശദാംശങ്ങളിലാണ്, തൗഹീദിലല്ല. വിശദാംശങ്ങളിലെ ഈ വിശാലത ഇസ്ലാമിക സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അത്യന്താപേക്ഷിതമാണ്. ഇത് ജമാഅത്തെ ഇസ്ലാമിക്ക് അറിയാം. സയ്യിദ് മൗദൂദിക്ക് ഫിഖ്ഹി വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെതായ നിലപാടുണ്ട്. സ്ത്രീകളുടെ മുഖം മറക്കുന്ന വിഷയം ഉൾപ്പെടെ പല വിഷയങ്ങളിലും ഇൽമുൽ കലാമിലും ഫിഖ്ഹിലും എനിക്ക് എന്റേതായ അഭിപ്രായങ്ങളുണ്ട് എന്ന് അബുൽ ആല മൗദൂദി സാഹിബ് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി അതിൽ മേൽ കെട്ടിമറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പ്രകടിപ്പിച്ചു. ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട ദൗത്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ യോജിച്ചു. ബാക്കി വിശദാംശങ്ങളിൽ 4 മദ്ഹബിലുള്ളവരും 1 മദ്ഹബും വേണ്ട എന്ന് പറയുന്ന 5ാം മദ്ഹബുകാർക്കും ജമാഅത്തെ ഇസ്ലാമിയിൽ പ്രവർത്തിക്കാം എന്ന് പ്രസ്ഥാനം പറയുന്നു. അപ്പോ അതെന്താണ് എന്ന് ചോദിച്ചാൽ ഇതൊരു ദൗത്യമാണ്. ഒരു ദൗത്യം മുസ്ലിങ്ങൾക്കുണ്ട്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നിയുക്തരായ ഒരു ഉത്തമ സമൂഹമാണ് നിങ്ങൾ. നിങ്ങളുടെ പണി എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു. നിങ്ങൾ ആളുകളെ തൗഹീദിലേക്ക് വിളിക്കുന്നു. എല്ലാവിധ ശിർക്കിൽ നിന്നും ജനങ്ങളെ വിമോചിപ്പിക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കുന്നു. നിങ്ങൾ നന്മ തിന്മകളുടെ അടിസ്ഥാന അതിന്റെ ഉറവിടമായ അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഒരു കർമ്മ പരിപാടി അള്ളാഹ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ കർമ്മ പരിപാടി അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ വിശദാംശങ്ങളിൽ വിയോജിക്കാം, അടിസ്ഥാനങ്ങളിൽ യോജിപ്പുണ്ടാകണം. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനം 2 അഭിപ്രായമുള്ള മസ്അലകളിൽ ഒരു അഭിപ്രായം സ്ഥാപിക്കുന്ന പ്രസ്ഥാനമല്ല. പകരം ഏകാഭിപ്രായമുള്ള മുസ്ലിം ഉമ്മത്തിന് ഏകാഭിപ്രായമുള്ള വിഷയത്തിന് മുസ്ലിം ഉമ്മത്ത് അതിന്റെ വിശദാംശങ്ങളിലെ വിയോജിപ്പ് ഉള്ളതോടൊപ്പം തന്നെ ഒന്നിക്കണം എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. അതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വഭാവം. ഇത് ഇസ്ലാമിൽ നിന്ന് പഠിച്ച സ്വഭാവമാണ്. പ്രവാചകന്റെ പ്രബോധനത്തിൽ നിന്ന് പഠിച്ച സംസ്കാരമാണ്. എവിടെ ഭിന്നിക്കാം എന്ന് നോക്കിയല്ല നടക്കേണ്ടത്, എവിടെ യോജിക്കാം എന്ന് നോക്കിയാണ്. നമ്മുടെ അള്ളാഹു ഒന്നാണ്, നമ്മുടെ കഅബാലയം കിബില ഒന്നാണ്, നമ്മുടെ ഖുർആൻ ഒന്നാണ്, നമ്മുടെ പ്രവാചകൻ ഒന്നാണ്. യോജിപ്പിന്റെ ഇത്രയും പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഉണ്ടായിട്ട് ഇതൊന്നും കാണാതെ പോവുകയും വിയോജിപ്പിന്റെ വിത്തുകൾ ഇതിനെ ചിക്കിച്ചകഞ്ഞ് നടക്കുകയും ചെയ്യുന്നത് പണ്ഡിത ദൗത്യമല്ല, അത് പൈശാചിക പ്രവണതയാണ്. പണ്ഡിത ദൗത്യം എന്താ? ഖുൽ അഹ്ലൽ കിതാബി തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും. വേദക്കാരെ വരുവിൻ. വേദക്കാർ എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികളും ജൂതന്മാരുമാണ്.
ഈ ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒരു വശത്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹം മറുവശത്ത്. ഒരു വിഷയമില്ലേ അഭിപ്രായ വ്യത്യാസമുള്ളത്? വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ താലിസു സലാസ, അല്ലാഹ് മൂന്നിലൊന്നാണ് എന്ന് പറഞ്ഞവൻ കാഫിറായിരിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങളെ ഖുർആൻ തന്നെ നിർണയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സംവാദത്തിന് വിളിച്ചിരിക്കല്ല. പിന്നെയോ, വേദക്കാരെ വരുവിൻ, പ്രവാചകരെ താങ്കൾ പ്രഖ്യാപിക്കുക. എന്തു പ്രഖ്യാപിക്കുക? വേദക്കാരെ വരുവിൻ, ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും, നമുക്കിടയിൽ യോജിപ്പുള്ള ചില വചനങ്ങളുണ്ട്, അതിലേക്ക് വരുവിൻ. യോജിപ്പിലേക്കാണ് വിളിക്കേണ്ടത്. വിയോജിപ്പുകൾ ഉയർത്തിക്കാണിക്കാനല്ല, യോജിപ്പുകളെ ഉയർത്തിക്കാണിക്കുവാനും അതിലേക്ക് വിളിക്കുവാനുമാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ആ സംസ്കാരമാണ് ജമാഅത്തെ ഇസ്ലാമി അതിന്റെ സംഘടനാ സംസ്കാരമായി പഠിപ്പിച്ചത്. അതാണ് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനോട് അത് പറഞ്ഞുകൊണ്ടിരുന്നിട്ടുള്ളത്. അതിനെ പരിഹസിക്കലും ആക്ഷേപിക്കലും അതിനെ കോമഡി ആർട്ടിസ്റ്റുകളുടെ ശൈലിയിൽ കളിയാക്കലുമായിരുന്നു നമ്മുടെ ഈ അടിസ്ഥാനവും ശാഖയും കൂട്ടിക്കൊഴുത്ത് ഒരേ നിലപാടിൽ ഒരേ അച്ചിൽ വാർത്തെടുക്കണം എന്ന് വിചാരിച്ച ഇസ്ലാഹി സുഹൃത്തുക്കളുടെ പണി. അന്നേ നമ്മൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ വളർത്തുന്ന സങ്കുചിത മനസ്സുണ്ടല്ലോ, അത് നിങ്ങൾക്ക് തന്നെയും ശല്യവും ഭാരവുമായി വരും. ഇന്നവര് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന മട്ടിൽ ഇന്നവർ അനുഭവിച്ചു കൊണ്ടിരിക്കാൻ. അവരൊരു വിശാലതയുടെ സംസ്കാരം അനുയായികളെ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ ജിന്ന് പ്രശ്നത്തിന്റെ പേരിൽ നടുകയും കുറുകയും പിളരേണ്ടി വരുമായിരുന്നില്ല. അപ്പൊ ഇസ്ലാമിക പ്രസ്ഥാനത്തോട് സഹിഷ്ണുതയില്ലാത്ത സമീപനം വെച്ച് പുലർത്തുക മാത്രമല്ല, വിശാലതയുടെ സംസ്കാരത്തെ തന്നെ പറ്റെ പുച്ഛിച്ചുകൊണ്ട് മുന്നോട്ട് പോയതിന്റെ ഫലമായി അസഹിഷ്ണുതക്ക് കൊടുക്കുന്ന വിലയാണ് ഇന്ന് അവർക്കിടയിലുള്ള ഈ വിഭജനങ്ങളും വിള്ളലുകളും എന്നാണ് എന്റെ അഭിപ്രായം. അതിന് ജമാഅത്തെ ഇസ്ലാമിയുടെ പരിധിയിലേക്ക് വെച്ചിട്ടാൻ നോക്കിയിട്ടൊരു കാര്യമില്ല. ജമാഅത്തെ ഇസ്ലാമി ഒരു സംഘടനയെയും പിളർത്താൻ ശ്രമിക്കുന്ന പ്രസ്ഥാനമല്ല എന്നല്ല ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനെ സാക്ഷി നിർത്തി പറയുന്നു. കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഉള്ളിലുള്ള ആഭ്യന്തര ശൈഥില്യങ്ങളിൽ വളരെ ആത്മാർത്ഥമായ ഖേദമുള്ള ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അതിന്റെ കൂടിയാലോചനാ സമിതികളിലും ഉന്നത വേദികളിലുമൊക്കെ പങ്കെടുക്കാൻ അവസരം കിട്ടുന്ന വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റും, ജമാഅത്തെ